കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സാറിന് അറിയില്ല ഇത് കുടിക്കാൻ? ഇങ്ങനെ കുടിച്ചാ മതി. ഫോണൊന്ന് തരുമോ? കൃഷ്ണയെ വിളിച്ചിട്ട് 2 ദിവസം കൊണ്ട് കിട്ടുന്നില്ല. പത്മിനി ആന്റിയെ വിളിക്കാനാ. ഹലോ ഹലോ ആന്റി, ഞാൻ ശ്രീലക്ഷ്മിയാ. ആ എന്താ മോളെ? ആന്റി, കൃഷ്ണ എവിടെയാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ മോളെ, അവൾ ഇവിടെ ഇല്ല. ഒരു ഫ്രണ്ടിന്റെ പ്രോജക്റ്റിന് എന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് വരൂ. ഓഫീസിൽ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ശരി ആന്റി. പിന്നെ ആന്റി, വേറൊരു കാര്യം കൂടി അറിയാനാ ഞാൻ വിളിച്ചത്. എന്താ മോളെ? ആന്റി, ത്രിവിക്രമനങ്ങള് ഒരു വള വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. എനിക്കും സാറിനും സമ്മാനമായിട്ട് തരാം. അതെവിടുന്നാ കിട്ടിയെന്ന് ആന്റിക്ക് അറിയോ? ചേട്ടാ വാ, അടുത്ത് വിളിക്കാൻ പോകുന്നത് നമ്മുടെ നമ്പറാ. വാ പപ്പി, ഒരു മിനിറ്റ്. ഈ ബാഗിൽ ഒരു വളയോ, അത് സ്വർണം തന്നെയല്ലേന്നൊന്ന് നോക്കിക്കേ. എനിക്ക് പൈസ തരാനുള്ള ഒരുത്തൻ ഇപ്പൊ കൊണ്ട് തന്നതാ. ആ അത് അവിടെ കൊണ്ടു തന്നോ? മോളെ, സത്യം പറഞ്ഞാ എനിക്കൊന്നും അറിയില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആരോ കൊണ്ടു കൊടുത്തതാണെന്നാ എന്നോട് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ചോ? അതെ. കൃഷ്ണ എവിടെ ഇല്ലെന്ന്. ഏതോ ഫ്രണ്ടിന്റെ പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് എവിടെ പോയിരിക്കാന്നാ പറഞ്ഞത്. ഓ, എന്നാ താൻ കേറ്, വാ.
ഹലോ അനിൽ സാർ. ആ രാജാറാം സാർ, എനിക്ക് സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സാറൊന്ന് എൻ്റെ ഓഫീസിലേക്ക് വരാമോ? ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ചെറിയൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്താ. എങ്കിലും ഞാനവിടെ എത്താം. ശരി സാർ, ഒന്ന് വേഗം വരണേ. ആ അയ്യോ, എന്താ ശിവപ്രസാദ്? മേഡം, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരി അമ്മ. സാറും ശ്രീലക്ഷ്മിയും വന്ന് യാത്ര തിരിക്കാൻ കാരണം ഈ ഈശ്വരി അമ്മയല്ലേ? ഇവിടെ പലരും പഴയ കഥകൾ പറയുമ്പോൾ അതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത കഥാപാത്രമല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാ ഞാൻ. ഉദ്ദേശം ശരിയാ. ശ്രീലക്ഷ്മി എന്ന അനുഗ്രഹം വായിച്ചിട്ട് വന്നു. ഞാൻ പോയിട്ട് ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർക്കും ശ്രീലക്ഷ്മിക്കും ഒക്കെ നല്ല ബന്ധമുള്ളതാ ഈശ്വരിയമ്മ. താൻ പോയി അനുഗ്രഹം വാങ്ങിയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച, അതും സ്വന്തം സ്ഥലത്ത് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും. അത് നല്ലതിനാണോ അല്ലയോ എന്ന് വരുന്ന ആളുകളിൽ കാലം തന്നെ തെളിയിക്കും. ഈശ്വരി അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ ഈശ്വരി അമ്മ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശ്രീലക്ഷ്മിയുടെ രൂപമുള്ള കൺമണിയാ. ത്രിമൂർത്തികൾ വന്ദിക്കുന്ന ശ്രീപാർവതിയുടെ സ്വരൂപമായ ബാലഭദ്രകാളിയെ സാക്ഷി നിർത്തി പറയുന്നത് വാസ്തവമായിരിക്കണം. ദേവിയുടെ പല അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളാ. അത് ഐതിഹ്യം. അതുപോലെ തന്നെ നിന്റെ ഈ അവതാര ലക്ഷ്യവും നാം അറിയുന്നു. അപ്പുറത്ത് ശത്രു കാഹളം മുഴക്കി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ശ്രീലക്ഷ്മി കൺമണിയായി മാറി അവരോട് പൊരുതാൻ തയ്യാറെടുക്കുന്നു. വിജയകിരീടം ചൂടും മുമ്പ് പല പ്രതിസന്ധികളിലും തളർന്നു പോകാതെ നോക്കണം. പലതും പിന്നോട്ട് വലിക്കും. തീരുമാനമെടുക്കാൻ പറ്റാതെ വരും. പക്ഷേ എപ്പോഴും തളർന്നു പോകുന്നത് ശത്രുക്കളുടെ അപ്രതീക്ഷിത നീക്കത്തിലാവില്ല, സ്നേഹത്തിന്റെ മുന്നിലായിരിക്കും. താലി കെട്ടിയവന്റെ ഒരിക്കലും അടങ്ങാത്ത പ്രണയത്തിന് മുന്നിൽ. ശ്രീലക്ഷ്മിയോടുള്ള അവന്റെ പ്രണയം മുഴുവൻ മറ്റൊരാളായി നിന്ന് കാണും, കേൾക്കും, അനുഭവിക്കും. പലതവണ തന്റെ വിശ്വരൂപം കാണിക്കാൻ തോന്നുമെങ്കിലും ആത്മധൈര്യം കൈവരിച്ച് മനസ്സിനെ ബലപ്പെടുത്തും. പക്ഷേ മനസ്സ് ബലപ്പെട്ടാലും സാഹചര്യം നേർ എതിർദിശയിൽ നിൽക്കും.
ഈ കാലഘട്ടമെല്ലാം മനസ്സിൽ മൂടിവെച്ച് ആ മനുഷ്യന്റെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഉള്ളിൽ കിടന്ന് തിരയടിക്കും. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും പ്രണയത്തെ മൂടിവെക്കാൻ കഴിയില്ല ശ്രീലക്ഷ്മി. അത്രയ്ക്കും ശക്തിയുണ്ടതിന്. ഉള്ളിൽ അലയടിക്കുന്ന അതിതീവ്രത നിറഞ്ഞ അനുരാഗത്തെ തന്റെ പാതിയിൽ ചേർത്ത മഹാനീലകണ്ഠന്റെ പ്രണയത്തിന് സമമായി ഇന്നീ ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം. അതിനിടയിൽ ശത്രു സംഹാരം. ഇതിനെല്ലാം കുറച്ചു സമയമേ വേണ്ടൂ. നീ തേടി നടക്കുന്നവൾ, ആയില്യം നക്ഷത്രത്തിലെ സർപ്പത്തിന്റെ സൂക്ഷ്മ ബുദ്ധിയുള്ളവൾ, നിങ്ങൾ തമ്മിൽ മുഖാമുഖം കാണും, സംസാരിക്കും. വരുന്ന അമാവാസി നാളു മുതൽ അവൾക്ക് കാരാഗ്രഹവാസം നിശ്ചയം. എന്നാലും ജീവഭീതി ഉണ്ടാക്കും വിധം ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് പലതും മറ്റ് കൈകളിലൂടെ എന്ന സമ്പ്രദായം ഇവിടെയുമുണ്ടാകും. പക്ഷേ അതിൽ നിന്നല്ല രക്ഷിക്കുന്നത് അളവില്ലാത്ത നിങ്ങളുടെ രണ്ടാളുടെയും പരസ്പര വിശ്വാസം, സ്നേഹം. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന മനസ്സെരിഞ്ഞുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളെ ഒരിക്കലും രണ്ടാക്കില്ല ശ്രീലക്ഷ്മി. സാർ എന്താ ഈ പറയുന്നേ? അതെങ്ങനെ ശരിയാവും? സത്യമാണ് രാജാറാം സാർ ഞാൻ പറഞ്ഞത്. അന്ന് സാറിന്റെ ഓഫീസിൽ വെച്ച് നോക്കിയപ്പോൾ 95% ഈ ഫിംഗർ പ്രിന്റ്സ് മാച്ചിങ് ആയിരുന്നു. അത് 100% ഉറപ്പുവരുത്താനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്ന് അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ 1% പോലും മാച്ചിങ് ആവുന്നില്ല. ഇതിനിടയിൽ എന്ത് മായജലം നടക്കാനാണ് സാർ? ആദ്യം എനിക്ക് മനസ്സിലായില്ല രാജാറാം സാർ. പക്ഷേ ഒരു മായാജാലം നടന്നിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റ് എന്റെ ടേബിളിലെത്തി മണിക്കൂറുകൾക്കകമാണ് അത് സംഭവിച്ചത്. ഇതവള രാഗസുധ. ഇന്ന് ഏറ്റുപറച്ചിലിന്റെ നാളാണ്. അതുവഴി നല്ലത് വരികയും വേണം. നീലഹസ്തിയിലേക്ക് പോയിട്ട് പിന്നീടുള്ള നിന്റെയും കരിക്കോത്തിയമ്മയുടെയും കൂടിക്കാഴ്ച ഈ യാത്രാമധ്യേ എന്നുള്ളത് ഈശ്വര നിശ്ചയം. നീയും ഈശ്വരനും മാത്രമറിയുന്ന ആ രഹസ്യം രണ്ടാമതൊരാൾ അറിയണമെന്നുള്ളതും അവിടുത്തെ നിശ്ചയം. അതെല്ലാം നിന്റെ ജന്മകർമ്മത്താളുകളിൽ ഈശ്വരനായിട്ട് തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. ഒളിഞ്ഞും മറഞ്ഞും മുദ്ര പതിപ്പിച്ച ഏതാനും കടലാസ് കഷ്ണങ്ങൾ മാറ്റിവെച്ചാലൊന്നും ഈശ്വര നിശ്ചയത്തെ പിന്തള്ളാൻ പറ്റില്ല ശ്രീലക്ഷ്മി.
ഏതൊരു മനുഷ്യനും ജന്മലക്ഷ്യരേഖകൾ അവൻ എഴുതി വച്ചിട്ടുണ്ട്. കർമ്മപഥം. അതിനനുസരിച്ചേ ജീവിക്കാനുമാകൂ. നീ ആരാണെന്നും എന്താണെന്നും അമ്മയ്ക്ക് നിന്നേക്കാൾ വ്യക്തമായി അറിയാം. രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ സമമായതുകൊണ്ടും സത്യമായതുകൊണ്ടും പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനാകും. ഭാര്യ വഴി സന്തോഷവും സമാധാനവും വീട്ടിൽ നിലനിൽക്കും. അതുവഴി നിങ്ങളുടെ ദാമ്പത്യം എന്നും സുരക്ഷിതമായിരിക്കും. ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് കരുതിയ ഈശ്വരമ്മ സംസാരിക്കുന്നത്. കാഴ്ചകൾക്കും ചിന്തകൾക്കും അപ്പുറമാണ് ഇനി നടക്കാൻ പോകുന്നതൊക്കെ. കൺമുന്നിലുള്ളതിന്റെ എല്ലാം തീർച്ചപ്പെടുത്തലിന്റെ സമയമാണിനി. സധൈര്യം മുന്നോട്ടു പോകാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ. ഹലോ രാജാറാം. രവി, നീ എവിടെയാ? എന്താ രാജാറാം? ആ, നീ കാര്യം പറ രാജാറാം. രവി, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. വലിയ പ്രശ്നമാണ്. ഞാനാദ്യം ഓഫീസിലേക്ക് വരട്ടെ. എന്താ ശ്രീലക്ഷ്മി? ഒന്നുമില്ല സർ. എന്താ സർ, സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ പ്രശ്നം? അത് ഓഫീസിൽ ചെന്നാലേ അറിയൂ. എന്താ രാജാറാം? എന്താ കാര്യം? അത് പറയാൻ രവി. നീ ക്യാബിനിലേക്ക് പോ.